കവളപ്പാറ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ പ്രദേശത്തിലെ ആദിവാസി കുടുംബങ്ങൾ ആയിരുന്നു. എന്നാൽ ഏറ്റവും അവസാനം പുനരധിവസിക്കപ്പെട്ടതും ഇവർ തന്നെയാണ്. അതിനു പിന്നിലെ വിവാദങ്ങൾ ഏറെയുണ്ട്. പുനരധിവസിക്കപ്പെട്ട ഇടത്തും പ്രശ്നങ്ങൾ ഏറെയുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. കവളപ്പാറ ദുരന്തത്തിന്റെ ഇരകളായിരുന്ന ആ നാട്ടുകാർ ഇപ്പോഴുള്ളത് ഉപ്പടയിലാണ്. അവർക്ക് 32 വീടുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടതിന് ശേഷമാണ് അവർക്ക് ഈ വീടുകൾ കിട്ടിയത്. നമ്മൾ തന്നെ പലതവണ ഇവരുടെ അവസ്ഥയും ഇവിടെ വീടുകൾ നിർമ്മിക്കാത്തതിന് ബുദ്ധിമുട്ടൊക്കെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയും സർക്കാർ ഇടപെടുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒരു വർഷമാവുന്നു അല്ലേ മനോട്ടാ? 1.5 വർഷമാവുന്നു. ഇപ്പം എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടുത്തെ 32 വീട്ടിലിപ്പോൾ 28 വീട് മാത്രം കയറിയിട്ടുള്ളൂ. മറ്റുള്ള വീടുകളിലൊക്കെ മറ്റേ കോൺട്രാക്ടർമാർക്ക് വേറെ ആയതുകൊണ്ട് അവർ പണി പൂർത്തീകരിച്ച് കൊടുത്തിട്ടില്ല. പിന്നെ ബാക്കി 28 വീട് ഇവിടെ നിലവിലുണ്ട്. അതിൽ 10-12 വീടുകൾ ഒഴിഞ്ഞ കിടക്കുകയാണ്. കാരണം അവർ അവരെ എന്താ കുടുംബ വീട്ടിലാണ് താമസം. പിന്നെ മറ്റുള്ള 20 വീട് ഇവിടെ സ്ഥിര താമസക്കാരുണ്ട്. അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ റോഡ് സൗകര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സ്കൂളിൽ പോകുന്ന പിള്ളേർക്കാണ് ഏറ്റവും വലിയ വിഷയം. കാരണം ഇതിലെ തെന്നിയാണ് അവർ നടന്നു പോകാറ്. ഞങ്ങൾ രക്ഷിതാക്കൾ ഒരു ദിവസം ലീവ് എടുക്കേണ്ട ഗതികേട് വരുന്നുണ്ട്. കാരണം കുട്ടികളെ കൊണ്ടാക്കാൻ മഴ നല്ല അടുപ്പിച്ച് പെയ്താൽ കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ വണ്ടി വരുന്ന പറഞ്ഞത് കാര്യമില്ല. എന്നാലും സ്കൂൾ സമയത്ത് ഞങ്ങൾക്ക് ഓരോരോ രക്ഷിതാക്കൾ കൊണ്ട് വിടുക ചെയ്യാം ഓരോ കുട്ടികളെ. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഈ കഴിഞ്ഞ വേനയ്ക്ക് വെള്ളത്തിന്റെ പ്രശ്നം ഞങ്ങൾ നല്ലോണം അറിഞ്ഞിട്ടുണ്ട്. കാരണം കുറെ വീടുകളിൽ ഞങ്ങൾ ഈ പുഴയിൽ പോയി ചെറിയ കിണർ കുത്തി ഞങ്ങൾ വെള്ളം കുടിച്ച സാഹചര്യമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള ഇപ്രാവശ്യം ഇനി ഈ മഴക്കാലം കഴിഞ്ഞാൽ അടുത്ത വേനയായി വരുമ്പോഴും ഞങ്ങൾക്ക് ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും. ടാങ്ക് ഒക്കെ ഉണ്ടല്ലോ, ടാങ്ക് വെള്ളം അടിച്ചു കയറുന്നുണ്ടെങ്കിൽ കിണറ്റിൽ വെള്ളം വേണ്ടേ? ഒറ്റ 1.5 റിങ് വെള്ളം ഏറ്റവും അടിയത്തെ 1.5 റിങ് വെള്ളം മാത്രമേ ഉള്ളൂ. ഈ ഒരു 5 വീടിന് ശരിക്കും ഉപയോഗിക്കാൻ മാത്രമുള്ള വെള്ളം ഇതിലില്ല. ഇപ്പൊ മഴക്കാലാകുമ്പോ കുഴപ്പമില്ല. മഴക്കാലാകുമ്പോ നല്ല ഉറവ് ഇതായിട്ടുണ്ട്. പൈപ്പിൽ വെള്ളം കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ പ്രധാനമന്ത്രിന്റെ ഒരു ഇത് കിട്ടിയില്ല. അതൊക്കെ കണക്ഷനൊക്കെ ഞങ്ങൾക്ക് ശരിയാക്കി തന്നിട്ടുണ്ട്. അവര് 1 വർഷം 2 വർഷം എടുക്കുന്ന അവരിപ്പോ പറഞ്ഞു ഞങ്ങളോട്. എന്നാലും അത് കിട്ടിയെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. സർക്കാരിന്റെ സഹായമൊക്കെ കിട്ടിയോ? സർക്കാരിന്റെ സഹായങ്ങൾ ഞങ്ങൾക്ക് ITDP ഞങ്ങൾ മുഖേന കുറെ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ് ഓഫീസിൽ പോയി ഞങ്ങളെല്ലാം പോയി പറഞ്ഞ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ എല്ലാ ഞങ്ങൾ ഒരു 6 വീട് ഞങ്ങൾ ക്യാമ്പിൽ താമസിച്ച് എല്ലാവർക്കും അറിയാം. ഞങ്ങളിവിടെ ഈ ടാങ്ക് കിട്ടാത്തതിന്റെ എല്ലാ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചിട്ട് ഞങ്ങൾ ഇതിൽ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു 6 വീട് ഞങ്ങളവിടെ 6 വീട്ടുകാർ ഞങ്ങൾ താമസിക്കുന്നു അവിടെ ക്യാമ്പിൽ. അങ്ങനെ താമസിച്ച സമയത്ത് അവർ എല്ലാം ഞങ്ങൾ റെഡിയാക്കി തരുന്ന പറഞ്ഞു. ഇവിടെ ആദ്യം താമസിച്ച കുടുംബക്കാർക്ക് എല്ലാ ടാങ്കും എല്ലാം എത്തിച്ചു കൊടുത്തു. പക്ഷേ ഈ 6 വീട്ടുകാർ ഞങ്ങൾക്ക് ഇതുവരെ ടാങ്ക് അവർ എത്തിച്ചേർത്തുന്നില്ല. കാരണം ഞങ്ങൾ ITDPയുടെ മുഖേന ബന്ധപ്പെട്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്ത് ഞങ്ങളെ ഒരു പ്രൊമോട്ടറായിരുന്നു. ആ പ്രൊമോട്ടറായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതാ പറയാം അവർക്ക് ഞങ്ങൾ ചെയ്തു തരുന്ന മാത്രമേ അവർ പറയുള്ളൂ. പക്ഷെ മറ്റുള്ള പൈപ്പ് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ അവര് വെള്ളം സൂക്ഷിക്കാനുള്ള ഞങ്ങൾ എന്നിട്ടും ഓരോരോ ബക്കറ്റിൽ പിന്നെ ഈ മറ്റേ അലുമിനിയം പാത്രത്തിലൊക്കെ ഞങ്ങൾ വെള്ളം പിടിച്ചേക്കാറ്. ഇപ്പൊ നമ്മൾ ഈ കവളപ്പാറ വിട്ടിട്ട് ഇവിടെ നോക്കുമ്പോൾ എല്ലാവരും പല ഭാഗത്തായി പോയല്ലോ. ഇവിടെ എങ്ങനെ ഉപജീവനമൊക്കെ എങ്ങനെയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഉപജീവനം എന്ന് പറഞ്ഞാല് ഞങ്ങൾക്കിപ്പം അവിടെ കവളപ്പാറ എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് ഓരോരോ കുടുംബത്തിനും ഞങ്ങൾക്ക് 3 ഏക്കർ 1.5 ഏക്കർ 2 ഏക്കർ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിൽ വാഴയായിട്ടും മറ്റേ കപ്പയായിട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ആ സമയത്ത് പറമ്പിൽ ഞങ്ങൾക്ക് റബ്ബർ ഓരോരുത്തർക്ക് 7-8 ഷീറ്റ് കിട്ടുന്ന മറ്റേ റബ്ബറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നഷ്ടമായി. പിന്നെ ആ വരുമാനം നിന്നു ഇവിടെ എത്തിയപ്പോൾ അത്രയും ഇതുള്ളൂ. കാരണം എന്താ പറയുക, ഇവിടെ ഇപ്പോൾ ഒരു ശരിക്കും ഒന്നും പണി ഞങ്ങൾക്ക് ഇതുമായിട്ടും സെറ്റിലായിട്ടില്ല. ഈ നാട്ടുകാരൊക്കെ ആയിട്ടൊന്നും പരിചയപ്പെട്ടിട്ടില്ല. പരിചയപ്പെട്ട് വരാൻ തുടങ്ങിയിട്ടല്ലോ. ഒരു വർഷം 1.5 വർഷം ആകുന്നല്ലോ. എന്നാലും തലയ്ക്കുമുള്ളൊരു കോൺക്രീറ്റ് മേൽക്കൂരുള്ളൊരു ആശ്വാസം. അതെ. ഏറ്റവും വലിയൊരു ആശ്വാസം പറഞ്ഞാല് ഒരു ഇടിച്ചിനെ പേടിക്കണ്ട, വെള്ളപ്പൊക്കത്തിനെ പേടിക്കണ്ട, അങ്ങനെ ഒരു സുരക്ഷിതത്വം ഞങ്ങൾക്ക്. ഇതിലിപ്പോ 5 വർഷം ആകുമ്പോഴേ നമുക്കൊക്കെ മനസ്സിലുള്ളത് 11 പേർക്ക് വേണ്ടിയുള്ളൊരു തെരച്ചിലായിരുന്നു അന്നത്തെ ബാക്കി വന്നത്. ഇപ്പോഴും അവരെ കിട്ടാനില്ലല്ലോ. ചേട്ടന്റെ വേണ്ടപ്പെട്ടവരൊക്കെ ഇല്ലേ? എന്റെ പേട രണ്ട് മൂത്ത ചേട്ടന്മാരുണ്ട്. പിന്നെ മറ്റ് അമ്മാവന്റെ മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ അവരെ ബോഡി ഇപ്പോഴും കിട്ടാനാണത്.
പിന്നെ ഒക്കെ മറ്റേ ഈ വിവാദത്തിൽപ്പെട്ട ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. അന്ന് തെരച്ചിൽ നിർത്തുമ്പോൾ നിങ്ങളോട് ചോദിച്ചിരുന്നില്ല? ഞങ്ങൾ ചോദിച്ചു. കാരണം 15 ദിവസം കഴിഞ്ഞിട്ട് ബോഡി കിട്ടിയിട്ട് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ ബോഡി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ അവസ്ഥ അറിയാനായി. പിന്നെ 15 ദിവസം കഴിഞ്ഞ് ആ ബോഡി കിട്ടുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞങ്ങൾ മനസ്സ് ഇതായിട്ട് ഞങ്ങൾ പറഞ്ഞ് ഇനി ആ ബോഡി ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞ് അവിടെ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കിച്ച അവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഉണ്ട് എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം എന്നാലും ഞങ്ങൾ അവിടെ പോയി കാണാൻ എല്ലാ ഓരോ വർഷം കൂടുമ്പോഴും പോയി കാണാൻ എന്താ ചെയ്തു വരുന്നുണ്ട് പോയിട്ട്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആനശല്യം കൂടിയിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിഗതിയാണ് എല്ലാവർക്കും അറിയാം. ജീവൻ തിരിച്ചു കിട്ടിയതിന് വലിയ ഭാഗ്യം. അതെ, ഏറ്റവും വലിയ ഭാഗ്യമാണ്. കുറച്ച് കുടുംബം പോയെന്ന് വിചാരിച്ചിട്ട് നമ്മളെ മനസ്സിൽ മറ്റേ തളർത്താനുള്ള ഇതില്ല. എന്നാലും നമ്മൾ ജീവിച്ചു പോകും എന്നുള്ള ഇതിലാണ് ഇപ്പോൾ. കാരണം ആ ഒരു ഇടിച്ചിൽ നമ്മളെ ജീവൻ തിരിച്ചു കിട്ടുന്നതിന് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ജീവിക്കുന്നു. പക്ഷെ അവരെ 11 പേരെ കിട്ടിയിരുന്നു അവസാനമായിട്ടൊന്ന്. അത് മാത്രമാണ് ഒരു വിഷമം അല്ലേ? പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് പറഞ്ഞില്ല. കാരണം നമ്മളത് മനസ്സിന്ന് ഒഴിവാക്കാൻ അല്ല പറയണ്ട. എനിക്ക് നിങ്ങളെ വർഷം പറയാം. ഞങ്ങളൊപ്പം ഇന്നതും കണ്ടതാണ്. നമ്മൾ ഈ കൂടുതലൊന്നും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ചോദിച്ചു പോലും ഇവരെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ ഓർമ്മകളൊക്കെ അവരുടെ മനസ്സിനുള്ളിൽ തന്നെ ഇരിക്കട്ടെ. കാരണം അത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മുറിവാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അഖിലൂട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.